വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിതാ ഇതൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടാലും മനസ്സിലാവും നമ്മളിന്നൊരു സാധനം ഉണ്ടാക്കാനാണ് പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ തട്ടുകടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ നോക്കി ചിരിക്കുന്നൊരു സാധനത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടംപൊരി അല്ലെങ്കിൽ ഉണ്ടക്ക, അങ്ങനത്തെയൊക്കെ നിങ്ങളെന്താണ്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് എന്താ കായപ്പോ അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം ജാറ് വേണം. നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ ഞാൻ ഏകദേശം ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇടാം. ഇപ്പം ഞാൻ 5 ഏലക്കേൻ്റെ കുരുവാണ് എടുത്തിട്ടുള്ളത്. 5 ഏലക്കേൻ്റെ കുരു ഇട്ട് കൊടുക്കാം. വീഴുന്നില്ല. ഇനി ഞാൻ ഇടുന്നത് 1 സ്പൂൺ ജീരകമാണ്. നിങ്ങൾക്ക് ഏത് ജീരകം വേണമെങ്കിലും ഇടാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കറുവപ്പട്ട ഇടാം, പക്ഷെ എൻ്റെ ഇപ്പോൾ കറുവപ്പട്ട ഇല്ലാത്തതാണ് ഞാൻ ഇടുന്നത്. നമുക്കിത് ഇനി അരച്ചിട്ട് പൊടിയാക്കി തരാം. പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാവേ. ഇപ്പം ഞാൻ ഏകദേശം ഈ 1 കപ്പ് ഗോതമ്പാണ് ഞാൻ ഇടുന്നത്. അപ്പം ഫോണിൽ ക്ലാരിറ്റി ഒന്നും അധികം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ശരിക്കും 2 കപ്പ് ഇടേണ്ടത്. ഇത് ഇച്ചിരി വലിയതായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് 1 കപ്പ് ഇടുന്നുണ്ട്. 1 കപ്പ് നിറച്ചിട്ടില്ല, ഏകദേശം ഇത്രയും നമുക്കിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിടാം. 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ. ഞാൻ ഏകദേശം ഇപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴമാണ് കേട്ടോ വേണ്ടത്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഞ്ചസാരേൻ്റെ ജാറെടുക്കാം. ശരിക്കും ഇതിന് വേറൊരു പഴമാണ്, പക്ഷെ അതിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തത് ഞാനിപ്പം പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ പഴത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ പഴം ഇച്ചിരി വലിയ പഴമായതുകൊണ്ട്, ഇത് ചെറുതായതുകൊണ്ട് ഞാൻ ഏകദേശം 5 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ചെറുതാണ് എടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ഏകദേശം നല്ല വലിപ്പമുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഇട്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവേ. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ചെറുപഴം വേണേലും എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തുള്ളി പോലും നമുക്ക് വിട്ടു കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ കിട്ടുന്ന മാതിരി വലുതായിട്ടൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് ഇത്രയൊക്കെ വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. ഒത്തിരി വലുപ്പത്തിൽ ഉണ്ടാക്കുന്നത്, പിന്നെ അത് മൊത്തം തിന്നില്ലെങ്കിൽ പിന്നെ അതാവും. ചെറുതാണെങ്കിൽ പിന്നെ നമുക്ക് വേണം തിന്നാൽ മതിയല്ലോ. നമ്മൾ നേരത്തെ ഗോതമ്പ് അളന്നിട്ട ഏത് കപ്പാണോ അതിൽ തന്നെ നമ്മൾ ശരിക്കും 2 കപ്പാണ് ഇടുന്നത്. ഞാൻ വലുതായതുകൊണ്ട് ഇതിനകത്തുനിന്നൊരു കാവകം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും 2 കപ്പ് ഗോതമ്പിന് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. കാരണം അതിപ്പോൾ കൂടിപ്പോയാലും കുറഞ്ഞാലും അത് കുറച്ച് വരുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. നമുക്കിത് കൊടുക്കാം. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇതുകൊണ്ട് ഇളക്കി, പിന്നെ നമുക്കിനി കൈ കൊണ്ട് വെക്കാം. ഞാൻ ടൈമറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടേണ്ടത് എനിക്കധികം അറിയത്തൊന്നുമില്ല. പക്ഷെ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് എഡിറ്റ് ഞാനും ഏട്ടനും കൂടി ആയിരിക്കും ചെയ്യുക ഇടയ്ക്കൊക്കെ. കണ്ടില്ല,
ഇതിപ്പോൾ കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും കുഴപ്പമില്ല. കൂടിപ്പോയാലും അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളും കേട്ടോ. നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. കുറേ പേര് എന്നോട് പറഞ്ഞു, എന്നോടല്ല എൻ്റെ അമ്മയോട്, നമ്മളെപ്പോഴും എന്തോ മീറ്റിങ്ങിനായിട്ട് പോകുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ആ മുട്ടകഥേൻ്റെ വീഡിയോ ഇട്ടല്ലോ, അതിനകത്ത് ഒരു ആൻറ്റി പറഞ്ഞു ആ വീഡിയോയിൽ ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ അമ്മയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ഒരാൾ പറഞ്ഞു. കാരണം എൻ്റെ കൈ കണ്ടിട്ട് ആൻറ്റിക്ക് തോന്നിയത് എൻ്റെ അമ്മേൻ്റെ കൈയാണ്. കാരണം എൻ്റെ അമ്മേൻ്റെ കൈയിലെന്താ ഇതേമാതിരി ഏകദേശം ഇച്ചിരി ഇപ്പോൾ കാണത്തില്ല, അന്നൊക്കെ ഭയങ്കര നീണ്ടിങ്ങനെ ഒരുമാതിരി എല്ലും കൂടെ പോലെയൊക്കെ ആയിരുന്നു. ഇച്ചിരി തടിയൊക്കെ വെച്ച് ഓക്കെ. ഇപ്പോൾ ഇച്ചിരി ഒട്ടുന്ന രീതിക്ക് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ ചെയ്യുക, കാരണം നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം. അരമണിക്കൂർ കൂടുതൽ വെക്കുന്നത് നല്ലതാട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ ഇടാനും കൂടി വിട്ടുപോയൊരു സംഭവമാണ്. നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇടേണ്ടത് തേങ്ങക്കത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാനിപ്പോൾ ഇടാൻ മറന്നു പോയതാട്ടോ. നമുക്കിനി വേണമെന്നും കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇനി ഒന്നും കൂടി മിക്സ് ചെയ്യും. അതിനി അവിടെ റെസ്റ്റോറൻറ്റ്സ് ഏകദേശം ഇപ്പം ഞാൻ 2:15 വെച്ചത്, ഇപ്പം 3:30 ഇച്ചിരി സമയം കൂടിപ്പോയി. ഒന്നും കുഴപ്പമില്ല, ഒത്തിരി കൂടിപ്പോയാൽ പുളിച്ചു മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ഇച്ചിരി ഫോൺ കിട്ടിയ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. മമ്മിക്ക് ഫോൺ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച സമയമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കുതിർന്ന് ഇച്ചിരി സമയം അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ തന്നെ ഇത് തുറന്ന് ഇച്ചിരി കയ്യിൽ വെള്ളമൊക്കെ ആക്കി ഒന്നും കൂടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ, ഇപ്പം എന്താ ഇവിടെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് ചൂടാക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ ഇതാ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിന് ചൂടാവട്ടെ. നമുക്കാണെങ്കിൽ ഈ സമയം കൊണ്ട് പാത്രത്തിനകത്ത് ഇതൊന്ന് ചെയ്ത് സെറ്റാക്കി എടുക്കാം, ഉരുട്ടിയെടുക്കാം. ആദ്യം ഒന്ന് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാനത് ഒരു കുഞ്ഞു കഷ്ണം ഒന്ന് ഇച്ചിരി ചെറുതായിട്ട് ഞാൻ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ടേ. ഈ ഉണ്ടമ്പൊരി മുങ്ങി നിൽക്കുന്ന ഭാഗത്ത് വരെ നമുക്ക് എണ്ണ ഒഴിക്കണം. അപ്പോൾ നമ്മളിതാ മുഴുവൻ ഫുള്ള് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ മുങ്ങി നിൽക്കണമല്ലോ. ഇപ്പോൾ ചൂടാക്കിയതിന് ശേഷം ഫുള്ള് ഇതാ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇടുന്നില്ല കേട്ടോ, കട്ടം അത് ഞാൻ വെച്ച്. നമ്മളതാ ഒന്നിട്ട് പൊരിക്കാവേ ആദ്യം. ഒന്നിട്ട് പൊരിച്ച് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം, അന്നേരം കറക്റ്റ് ഷേപ്പൊക്കെ ആവും. ആദ്യത്തെ തന്നെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇച്ചിരി കൂടി കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അല്ലേ കുഴപ്പമില്ല, നമ്മളിനി അഡ്ജസ്റ്റ് ചെയ്യും. അടുത്തിടാം, ഞാൻ ഫ്ലെയിം ഇച്ചിരി കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഇടാവേ. ആദ്യം നമ്മൾ പൊരിച്ച് നോക്കിയിട്ട് വേണം.
ഒഴിക്കാവും. കുറച്ച് കൊടുത്തത് മറിഞ്ഞു പോകുന്നില്ല ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഏറെ പരിശ്രമത്തിന് ശേഷം ആദ്യമൊക്കെ കരിഞ്ഞു പോയെങ്കിലും പിന്നെ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് വലുതിട്ടാൽ പൊട്ടിത്തെറിക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞതാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നമുക്ക് തിന്നു. അപ്പം ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ചൂട് നല്ല ചൂടുണ്ടായി. ചൂടാറിട്ട് കാണിച്ചു. ചൂടിന് ഇപ്പൊ ഒന്നും ആറില്ല കഴിച്ച. ഏകദേശം ചൂട് പോയിട്ടുണ്ട്. വറക്കണമായി തേങ്ങപ്പത്ത്. ഇറക്കില്ലേ ഏകദേശം കരിഞ്ഞ് കഴിച്ചു. എന്നാലും കുഴപ്പമില്ല. എന്തെന്ന് ഉള്ളൊക്കെ വെന്ത് കാണും. ആ ചൂട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. എല്ലാവരും ട്രൈ ചെയ്യേ.